ആഹാരം എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒന്നാണ് അല്ലേ? എന്നാൽ പാചകത്തിൽ എല്ലാവർക്കും ഒരേപോലെ താല്പര്യം ഉണ്ടാവണം എന്നില്ല. എന്നാലും ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ തന്നെ താല്പര്യം കാണിക്കുന്ന ഒരു ഏരിയയാണ് അല്പസ്വല്പം കുക്കിംഗ് ഒക്കെ. എന്നാൽ ഈ കുട്ടികളിൽ, ചെറിയ കുട്ടികളിൽ ഈ താല്പര്യം നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? നമ്മുടെ ടോമോ ഗക്വാനിലെ കൊബയാഷി മാസ്റ്റർ എത്രയോ കാലം മുമ്പ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെ കുട്ടികളിലേക്ക് പാചകത്തിലുള്ള താല്പര്യം ഉണ്ടാക്കാൻ എന്താ ചെയ്തതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്നത്തെ ടോട്ടോച്ചൻ അധ്യായത്തിന്റെ പേരാണ് തുറന്ന പാചകശാല. ഒരു ദിവസം പള്ളിക്കൂടം വിട്ടതും ടോട്ടോച്ചൻ ആരോടും യാത്രയൊന്നും പറയാതെ, വലിയ വർത്തമാനങ്ങൾക്കൊന്നും നിൽക്കാതെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന ചിന്തയിൽ ഗേറ്റ് കടന്ന് മുമ്പോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് മുഴുവൻ അവള് മന്ത്രം പോലെ ഒന്ന് ഉരുവിട്ടിരുന്നു. ഇടിവെട്ടി മലയിടുക്കിൽ തുറന്ന പാചകശാല, ഇടിവെട്ടി മലയിടുക്കിൽ തുറന്ന പാചകശാല. അത് മറക്കാതിരിക്കാനായി അവളത് ഹൃദിസ്ഥമാക്കി അത് തന്നെ ഒരു ആവർത്തിച്ചാണ് നടപ്പ്. പോകുന്ന വഴിക്ക് അവൾ വിചാരിച്ചു, ആരെയും, പരിചയമുള്ളവരെ ആരെയും ഇന്ന് കാണരുത്. സാധാരണ നമ്മൾ പോകുമ്പോൾ ഒരു ചെളിയുള്ള സ്ഥലം കണ്ടാൽ അത് ചാടിക്കടക്കാൻ തുടങ്ങുമ്പോൾ ചാടരുതേ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഇറക്കിയില്ലേ, അതുപോലെ തന്നെ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ച് ഒരു കൊച്ചു വർത്തമാനത്തിന് നിന്നാൽ ഈ ഇടിവെട്ടി മലയിടുക്കിൽ തുറന്ന പാചകശാല മറന്നുപോകും എന്ന് ടോട്ടോയ്ക്ക് നല്ല ഉറപ്പായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ നാവിന് വഴങ്ങാത്തൊരു പ്രയോഗമാണ് ഇത്രയും കഠിനമായതൊന്ന്, അല്ലേ? സംശയമില്ല. പക്ഷേ അക്കാലത്തെ ചിത്രകഥാ പരമ്പരകളിൽ ഒന്നായ റഗ്യൂക്കോ കഥയിലെ കിണറ്റിൽ വീണ ആളറിയാതെ മുങ്ങിച്ചത്ത ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന്റെ അത്ര കാഠിന്യമോ അത്ര നീളമോ ഈ പേരിനില്ല. എങ്കിലും ഇത് മറന്നു പോകുമോ എന്നൊരു സംശയം ടോട്ടോയ്ക്കുണ്ടായിരുന്നു. നിരന്തരം ഉരുവിട്ടുകൊണ്ട് ജിയോഗോക്കോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവൾ നേരെ അവൾക്ക് പോകേണ്ട കമ്പാർട്ട്മെന്റിൽ കയറിയിരുന്ന് ആ ട്രെയിനിന് പുറത്തേക്കുള്ള യാതൊരു കാഴ്ചയും അന്ന് കാണുന്നില്ല എന്ന് ടോട്ടോ തീരുമാനിച്ചു. കാരണം എന്തെങ്കിലും കാഴ്ച കണ്ട് രസം പിടിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കു മറന്നുപോയാലോ, പാവൻ കുഞ്ഞി ടോട്ടോ. എന്തായാലും അവൾ ഭയപ്പെട്ടതുപോലെ അന്ന് അവളോട് സൊറ പറയാനോ തമാശയ്ക്കോ നർമ്മഭാഷണത്തിനോ ഒന്നും ട്രെയിനിൽ പരിചയമുള്ള ആരും ഉണ്ടായിരുന്നില്ല. പുറത്തെ കാഴ്ചകളിലേക്ക് നമ്മുടെ കൊച്ചു ടോട്ടോ അന്നത്തെ ദിവസം ശ്രദ്ധിച്ചതുമില്ല. എന്നാൽ ട്രെയിൻ അവൾക്കിറങ്ങേണ്ട സ്റ്റേഷനിലെത്തി വാതിൽക്കലേക്ക് അവൾ കുതിക്കുമ്പോൾ വാതിൽക്കൽ നിന്നുള്ളിലേക്ക് കയറി വന്നത് അവളെ പരിചയമുള്ള, സ്ഥിരം കാണുന്ന റെയിൽവേ സ്റ്റേഷനിലെ ആളാണ്. ആഹാ, ഇന്നെന്താ സുന്ദരിക്കുട്ടി നേരത്തെ ആണല്ലോ, എന്തു പറ്റി? ഒരു നിമിഷം ടോട്ടോ എന്താണ് നേരത്തെ എന്നത് വിശദീകരിക്കാൻ നിന്നുവെങ്കിലും പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അവൾ ഒരു ചിരിയിൽ മറുപടി ഒതുക്കി വീട്ടിലേക്ക് കുതിച്ചു. അതുകൊണ്ടെന്താ, അന്നത്തെ ദിവസം ടോട്ടോയ്ക്ക് സ്കൂളിലെ ട്രെയിനിൽ കാഴ്ചയെ കണ്ട വിശേഷങ്ങളൊന്നും പങ്കുവെക്കാനില്ല. എങ്കിലും അത് സാരമില്ല, ഈ വാക്ക് മറന്നു പോകാതിരിക്കുക എന്നതാണ് പ്രധാനം എന്ന് ടോട്ടോയ്ക്ക് അറിയാമായിരുന്നു. വീട്ടിലെത്തി ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടക്കുകയും ടോട്ടോ ഉറക്കെ അലറിക്കൊണ്ടാണ് പറഞ്ഞത്, ഇടിവെട്ടി മലയിടുക്കിൽ തുറന്ന പാചകശാല. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അമ്മ വിചാരിച്ചത് ഏതോ കളിയുടെ ബാക്കി, അല്ല എങ്കിൽ നമ്മളുടെ 47 ചാവേർ സംഘം കളി കുട്ടികൾക്കുള്ളതാണ്, അതിൻ്റെ എന്തെങ്കിലും ഒരു മുദ്രാവാക്യം വിളി എന്നാണ് അമ്മ കരുതിയത്. ഒരു നിമിഷം കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് ടോട്ടോ എന്താണ് പറയുന്നത് എന്ന്. അപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി. ജിയോഗോക്കോയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്റ്റേഷനിലാണ് തൊദാരാക്കി. ആ റെയിൽവേ സ്റ്റേഷനടുത്തായി പ്രകൃതി രമണീയമായ ഒരു സ്ഥലമുണ്ട്. വെള്ളച്ചാട്ടവും അല്പം ഒരു കാടും പച്ചിലക്കാടുകളും നീർച്ചാലും ഒക്കെ ചേർന്ന പ്രകൃതി രമണീയതയ്ക്ക് വളരെ പ്രശസ്തമാണ് അവിടം. നമ്മുടെ ആതിരപ്പള്ളിയൊക്കെ പോലെ. തൊദാരാക്കി കീക്കോക്കു എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുട്ടികളെയും കൊണ്ട് പാചകം ചെയ്യുക എന്നുള്ളതാണ് കൊബയാഷി മാസ്റ്ററുടെ ഉദ്ദേശം. അവിടെ ചെന്ന് തുറന്ന പുൽമേട്ടിൽ കുട്ടികളെ കൊണ്ട് പാചകം ചെയ്യുക. അമ്മ അത്ഭുതപ്പെട്ടു പോയി. മാസ്റ്റർ ഇതെങ്ങനെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും എന്നുള്ളത് അവർക്ക് വാസ്തവത്തിൽ മനസ്സിലായില്ല. എന്നാലും കൊബയാഷി മാസ്റ്റർ അല്ലേ, ഒരു വഴി കണ്ടിട്ടുണ്ടാവും എന്ന് അമ്മയ്ക്ക് തീർച്ചയായിരുന്നു.
കുഴപ്പം പിടിച്ച ആ ഒരു വാക്യത്തിന്റെ, അതായത് ഇടിവെട്ടി മലയിടുക്കിൽ തുറന്ന പാചകശാല, ആ വാക്ക് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടോട്ടോയ്ക്ക് വലിയ ആശ്വാസമായി. ഹാവു, തലയിൽ നിന്നൊരു വലിയ ഭാരം നീങ്ങിപ്പോയതുപോലെയാണ് ആ കൊച്ചുകുട്ടിക്ക് തോന്നിയത്. പിന്നെ ആ പരിപാടിയുടെ വിശദാംശങ്ങൾ ഓരോന്നായി ടോട്ടോച്ചാൻ അമ്മയെ കേൾപ്പിച്ചു. അടുത്ത വെള്ളിയാഴ്ച രാവിലെ സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാവരും കൊബയാഷി മാസ്റ്ററുടെയും മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിൽ അവിടേക്ക് പോവുകയാണ്. ഒരു ചോറ്റുപാത്രം വേണം, സൂപ്പ് ഒഴിക്കാനുള്ള കിണ്ണം വേണം, പച്ചക്കറികൾ വേണം, പിന്നെ ചോപ്സ്റ്റിക്ക് വേണം. ജപ്പാൻ, ചൈന, കൊറിയ മുതലായ ഇടങ്ങളിൽ ആഹാരം കഴിക്കുന്നതാണ് ചോപ്സ്റ്റിക്ക്. അത് കൊണ്ടുവരണം. പിന്നെ എന്താ വേണ്ടത്? അരി വേണം. പിന്നെ പന്നി സൂപ്പ് ഉണ്ടാക്കുമെന്ന് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പന്നി മാംസം വേണം, അതിനുള്ള മസാലകളും. ഇത്രയുമാണ് കൊണ്ടുചെല്ലേണ്ടത്. അമ്മ ഒരു ചിരിയോടെ അത് കേട്ടു നിന്നു. പിന്നെ മാഷു പറഞ്ഞേ, ഇടയ്ക്ക് എന്തെങ്കിലും നമ്മൾ പാചകം ചെയ്ത് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ കഴിക്കാനായി ലഘുഭക്ഷണം എന്തെങ്കിലും കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാചകം ചെയ്ത് കഴിയുമ്പോൾ 2 വലിയ പാത്രം നിറയെ ഉണ്ടാവും എന്നാണ് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ടോട്ടോ വലിയ അത്ഭുതത്തോടെ അമ്മയെ അറിയിച്ചു. തുടർന്നുള്ള ഏതാനും ദിവസങ്ങളിൽ ടോട്ടോച്ചാൻ എന്താ ചെയ്തത്? അമ്മ അടുക്കളയിൽ ചെയ്യുന്ന ജോലികളൊക്കെ സസൂക്ഷ്മം അവൾ നിരീക്ഷിക്കാൻ തുടങ്ങി. അമ്മ അരി എടുക്കുന്നത്, കഴുകുന്നത്, പച്ചക്കറി അരിയുന്നത്, പച്ചക്കറി അരിയാനുള്ള ബോർഡ് എടുത്തു വെക്കുന്നത്, കറിക്കത്തി കഴുകുന്നത്, എല്ലാം ടോട്ടോ ഒരു നിഴല് പോലെ അമ്മയെ പിന്തുടർന്നു. അപ്പോഴാണ് ചട്ടിയും കലവുമൊക്കെ അമ്മ ഉപയോഗിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് എന്ന് ടോട്ടോയ്ക്ക് മനസ്സിലായത്. വാസ്തവത്തിൽ അമ്മ പാചകം ചെയ്യുന്നത് നോക്കി നടന്നപ്പോൾ ടോട്ടോയ്ക്ക് വലിയ രസമായിട്ടാണ് അമ്മയുടെ പല ചലനങ്ങളും തോന്നിയത്. അവളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒറ്റ കാര്യമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്. അടുപ്പത്ത് ചൂടുള്ള പാത്രത്തിൽ നിന്ന് അടപ്പ് മാറ്റി അമ്മ നോക്കുമ്പോൾ കൈ ചൂടാകുമ്പോൾ അമ്മ എന്ന് പറഞ്ഞിട്ട് ഈ 2 വിരലും അമ്മ ചെവിയുടെ മടക്കിലേക്ക് വെക്കുമായിരുന്നു. അത് കൈത്തഴക്കം കൊണ്ടോ ഇത്രയും വർഷത്തെ പാചകം കൊണ്ടോ അമ്മയിലേക്ക് വന്നു ചേർന്ന ഒരു രീതിയായിട്ടാണ് ടോട്ടോ മനസ്സിലാക്കിയത്. ഇതെന്തായാലും ഞാൻ പാചകത്തിന് പോകുമ്പോൾ ചെയ്യും, ടോട്ടോ മനസ്സിൽ ഉറപ്പിച്ചു. അമ്മ എന്തിനാ ഇങ്ങനെ ചെവിയുടെ അടിയിൽ വിരൽ വെക്കുന്നേ? ടോട്ടോ ചോദിച്ചു. അതേ, ചെവിയുടെ മടക്ക് നല്ല തണുത്തതാ. നമ്മുടെ കൈ ചൂടാവുമ്പോൾ പെട്ടെന്ന് വെച്ചാൽ കയ്യിലെ ചൂട് മാറും. അമ്മ വിശദീകരിച്ചു. വിശദീകരണത്തിൽ ടോട്ടോയ്ക്ക് തൃപ്തിയായി. അത് അമ്മയിലേക്ക് വന്നു ചേർന്ന ഒരു ശീലമാണെന്നുള്ളത് ടോട്ടോ മനസ്സിലാക്കിയില്ല. അത് അങ്ങനെ ചെയ്യേണ്ടതാണെന്നാണ് അവൾ കരുതിയത്. കൈ വലിച്ചെടുക്കുന്ന ആ ആകർഷണീയമായ ശൈലിയും അതെല്ലാം ടോട്ടോ ഒപ്പുകടലാസ് പോലെ മനസ്സിലേക്ക് എടുത്തു. ഇത് ഞാൻ ചെയ്യും, നോക്കിക്കോളൂ, അവൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെ നോക്കിയിരുന്ന ആ വെള്ളിയാഴ്ച വന്നെത്തി. ട്രെയിനിൽ നിന്നിറങ്ങി അവര് കാൽനടയായി ഇടിവെട്ടി മലയിടുക്കിലേക്ക് എത്തി. കൊബയാഷി മാസ്റ്ററുണ്ട്, മറ്റ് അധ്യാപകരുണ്ട്. ഒരു മരത്തണലിൽ നിർത്തി മാഷ കുട്ടികളിലേക്ക് എണ്ണം ആദ്യം എടുത്തു. ഇതിലൊരെണ്ണത്തിനെ പോലും മിസ്സാവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ആദ്യം എണ്ണമൊക്കെ എടുത്തു. വൃക്ഷത്തലപ്പുകളിൽ നിന്ന് അരിച്ചിറങ്ങിയ ഇളം വെയിലിൽ കുട്ടികളുടെ ഒക്കെ മുഖം ചുവന്ന് തുടുത്തിരുന്നു. എല്ലാവരുടെയും ചുമലിലെ ബാഗ് വീർത്തിരുന്നിരുന്നു. കാരണം പാചകം ചെയ്യാനുള്ള പാത്രങ്ങളുണ്ട്, സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. വീർത്ത ബാഗുമായി കുട്ടികൾ മാസ്റ്ററുടെ നിർദ്ദേശങ്ങൾക്കായി കാതോർത്ത് നിന്നു. അങ്ങു ദൂരെ മലയിടുക്കിൽ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിന്റെ ജലപാതത്തിന്റെ രസകരമായ ഒരു ശബ്ദം താളം മിടിപ്പ് പോലെ അവർക്ക് തോന്നി. അപ്പോ കുഞ്ഞുങ്ങളെ, ഇനി നമുക്ക് ആരംഭിക്കാം, മാസ്റ്റർ പറഞ്ഞു. കുട്ടികൾ എപ്പോഴേ തയ്യാറാണ്? അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, ആദ്യം എല്ലാവരും കൊച്ചു കൊച്ചു സംഘങ്ങളായി തിരിയണം. നമുക്ക് പാചകം ചെയ്യാൻ ആദ്യം വേണ്ടത് അടുപ്പാണ്. അടുപ്പുണ്ടാക്കാനുള്ള ചുടുകട്ടകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാള് പോയി അരി കഴുകിക്കൊണ്ട് വരണം. തൊട്ടപ്പുറത്ത് ജലപാതമുണ്ട് എന്ന് പറഞ്ഞ് മാസ്റ്റർ അങ്ങോട്ട് വഴി കാണിച്ചു കൊടുത്തു. അവിടെ പോയി ഒരാൾ അരി കഴുകിക്കൊണ്ട് വരണം, ഒരാൾ പച്ചക്കറികളൊക്കെ അരിയണം. അങ്ങനെ എല്ലാവരും ചെയ്യേണ്ട ജോലികൾ എന്താണെന്നുള്ളത് മാസ്റ്റർ ഒന്ന് പൊതുവായൊരു നിർദ്ദേശം കൊടുത്തു. കുട്ടികൾ എന്താ ചെയ്തത്? സ്റ്റോൺ സിസേഴ്സ് പേപ്പർ വെച്ചിട്ട് ചെറിയ ചെറിയ സംഘങ്ങളാക്കി ഈ 50 പേരും തിരിഞ്ഞു. ആ കാര്യത്തിലൊന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ചെയ്യാൻ താല്പര്യമുള്ള ജോലികൾ ഓരോരുത്തരും ഞാൻ അത് ചെയ്യാം, എനിക്കതാണ് ഇഷ്ടം, അങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് വരികയായിരുന്നു.
കുഴികൾ കുഴിച്ചിട്ട് ചുറ്റും ഇഷ്ടിക അടുക്കി വെച്ചു. ഒരറ്റത്ത് ആ ജോലി നടക്കുമ്പോൾ അടുപ്പിൽ കത്തിക്കാനുള്ള വിറക് ശേഖരിക്കാനായി മറ്റൊരു സംഘം കാട്ടിലേക്ക് കയറിപ്പോയി. ഇനിയും ഒരു കൂട്ടര് മാഷു പറഞ്ഞ പോലെ തന്നെ കഴുകാനുള്ള അരിയും എടുത്ത് നീർച്ചാലിനടുത്തേക്ക് പോയി. ഓരോ പ്രവൃത്തിയും കുട്ടികൾ ഇഷ്ടത്തോടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കിടയിൽ യാതൊരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ടോട്ടോച്ചാൻ ഏറ്റെടുത്ത ജോലി പച്ചക്കറി അരിയുക എന്നുള്ളതായിരുന്നു. ഓർക്കണം, അവള് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അമ്മയുടെ കൂടെ നടന്ന് അമ്മ അരിയുന്നതൊക്കെ എങ്ങനെ എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പന്നി സൂപ്പിന്റെ ചുമതലയും ടോട്ടോച്ചാന് തന്നെ വന്നു ചേർന്നു. അവളേക്കാൾ 2 വർഷം മൂപ്പുള്ള ഒരാൺകുട്ടിയും പച്ചക്കറിയാൻ ടോട്ടോച്ചാന്റെ കൂടെ കൂടി. അവൻ പാവം വളരെയധികം പണിപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ അരിയുന്ന കഷ്ണങ്ങൾ ഒന്നുകിൽ വലുപ്പം കൂടും, അല്ലെങ്കിൽ വലുപ്പം കുറയും. പക്ഷേ ഒരുമിച്ച് ജോലി ചെയ്യുന്നതിൻ്റെ രീതികൾ അറിയാമായിരുന്ന ടോട്ടോച്ചാൻ ഇത്ര കഷ്ടപ്പെടുന്ന അവനെ ഒരു തരത്തിലും നിരുത്സാഹപ്പെടുത്തിയില്ല. വലിപ്പം കൂടിയ കഷ്ണങ്ങൾ ടോട്ടോ വീണ്ടും അരിഞ്ഞു. അതൊരു ഇരട്ടി പണിയായിരുന്നുവെങ്കിലും ഒരു തരത്തിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് അവനെ വിഷമിപ്പിക്കാൻ ടോട്ടോ ഇഷ്ടപ്പെട്ടില്ല. അർപ്പണ ബുദ്ധിയോടെയായിരുന്നു അവൻ അധ്വാനിക്കുന്നത്. അവന്റെ മൂക്കിന്റെ തുമ്പത്ത് പൊടിഞ്ഞ ശ്വേതകണങ്ങൾ വെയിലത്ത് വെട്ടിത്തിളങ്ങി. ടോട്ടോച്ചാനാണെങ്കിലോ അമ്മയെ അനുകരിച്ച് ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, ക്യാബേജ്, ഉള്ളി ഒക്കെ കുട്ടികൾ കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള പച്ചക്കറി ഇനങ്ങളൊക്കെ ശരിയായ രീതിയിലും അളവിലും വെട്ടിവെക്കുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ ആദ്യം തന്നെ ഒരു ആശയമുണ്ടായിരുന്നു. കുറച്ച് അച്ചാറ് എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് അവൾ എന്താ ചെയ്തത്? കൊണ്ടുവന്നിരുന്ന വഴുതനങ്ങയെന്നും വെള്ളരിക്കയെന്നും അല്പസ്വല്പമൊക്കെ എടുത്തു വെച്ച് വളരെ നേരിയതായി അരിഞ്ഞ് അല്പം ഒന്ന് ഉപ്പും ഒക്കെ വിതറി ഒരു അച്ചാറുണ്ടാക്കി മാറ്റിവെച്ചു. ജോലിക്കിടയിൽ ചില അബദ്ധങ്ങളൊക്കെ കാട്ടിയ വലിയ കുട്ടികൾക്ക് പോലും ടോട്ടോച്ചാൻ്റെ അടുക്കൽ നിന്ന് ശകാരം കിട്ടി. അവൾ കുറച്ചു ദിവസമായിട്ട് ഇതൊക്കെ കാണുന്നത് കൊണ്ട് താൻ എന്തോ ഒരു വലിയ ഉത്തരവാദിത്വ ബോധമുള്ള വീട്ടമ്മയായി മാറി എന്ന് ടോട്ടോയ്ക്കൊരു തോന്നൽ വന്നു. അവൾ ഉണ്ടാക്കിയ അച്ചാറാവട്ടെ സ്വാദ് നോക്കിയ എല്ലാവരിലും വലിയ മതിപ്പുളവാക്കി. ഇത് കൊള്ളാലോ ടോട്ടോ, നല്ല സ്വാദുണ്ട്. എല്ലാവരും തന്നെ ഓരോ സ്പൂൺ വീതം തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഞാനത് നിസ്സാരമായി ഒന്ന് ശ്രമിച്ചു നോക്കുന്നേ ഉള്ളൂ. വലിയ വിനയ പുരസ്സരം നമ്മുടെ ടോട്ടോ പറഞ്ഞു. പന്നി സൂപ്പില് മസാലയും മറ്റ് പൊടികളും ഒക്കെ ചേർക്കുന്ന ആ ഒരു മണം വന്നപ്പോൾ കുട്ടികളൊക്കെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി. ഹായ്, ഇത് കൊള്ളാലോ, ഹായ്, പെരിഞ്ചീരകം ഇത്തിരി കൂടിയിട്ടുണ്ടോ തോന്നുന്നു, അതിന്റെ നല്ല വാസന വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കമന്റുകളൊക്കെ പലരും പുറപ്പെടുവിച്ചു. പൊട്ടിച്ചിരികളും ബഹളങ്ങളും ആകെ. ആ കോലാഹലത്തിൽ പങ്കുചേർന്ന് ഇലച്ചാർത്തിലിരുന്ന കിളികളും ഒപ്പം തന്നെ ചിലച്ച് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഓരോ സൂപ്പ് കലങ്ങളിൽ നിന്നും സൂപ്പ് വേവുന്ന മണം പരന്ന് ഒഴുകി എല്ലാവരെയും കൊതിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാ സൂപ്പ് കലങ്ങളുടെയും മേൽനോട്ടത്തിന് നമ്മുടെ ഇൻചാർജായി ടോട്ടോച്ചാൻ എത്തി നോക്കുന്നുണ്ടായിരുന്നു. വാസ്തവത്തിൽ അടുപ്പിൽ കിടന്ന് എന്തെങ്കിലും ഒരു ആഹാര സാധനം വേവുന്നതോ ആഹാര സാധനങ്ങളിലേക്ക് ചേർക്കുന്ന സാധനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതോ പൊടികൾ ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് ആഹാരത്തിന് കളർ വരുന്നതെന്നോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അതിൽ ഭൂരിഭാഗം കുട്ടികളും കണ്ടിരുന്നില്ല. മേശപ്പുറത്ത് അമ്മ കൊണ്ടിരുന്ന ആഹാരം എടുത്ത് കഴിക്കുക എന്നല്ലാതെ അതിനു മുൻപിൽ എത്രത്തോളം അധ്വാനമുണ്ട്, ഇതെങ്ങനെയാണ് ഈ രൂപത്തിൽ എത്തുന്നത്, ഇതിനെക്കുറിച്ചൊന്നും കുഞ്ഞുങ്ങളല്ലേ ആർക്കും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ഉണ്ടാക്കിയ ആഹാരം ഒരു സമ്പൂർണ്ണ ആഹാരമായി നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ കുട്ടികൾക്ക് വലിയ അത്ഭുതമായിരുന്നു. തീയുടെ ചൂട് നിയന്ത്രിക്കുക, ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവരിതിനു മുൻപ് ചെയ്തിട്ടേയുള്ള കാര്യങ്ങളല്ല. പുതിയ പുതിയ അറിവുകളാണ് അന്ന് ആ മലമടക്കിലെ തുറന്ന പാചകശാല കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ ഒരുക്കി വെച്ചത്. ഒരു ആഹാരം പാചകം ചെയ്യുന്നതിൻ്റെ ഒരു കിതപ്പും അതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ കുട്ടികളെ അറിയുകയായിരുന്നു. ചുരുക്കത്തിൽ അധ്വാനത്തിന്റെ വില എന്താണ് എന്ന വലിയ പാഠമാണ് ഈ ഒരു ചെറിയ രീതി കൊണ്ട് കൊബയാഷി മാസ്റ്റർ കുട്ടികളിലേക്ക് എത്തിച്ചത്. പച്ചക്കറി ആവട്ടെ, മാംസമാവട്ടെ, അരിയാവട്ടെ, പാചകത്തിലൂടെ വന്നു ചേരുന്ന വലിയ മാറ്റം ഒരു വിസ്മയത്തോടെയാണ് കുട്ടികൾ നോക്കി നിന്നത്. എല്ലാ ഇഷ്ടിക അടുപ്പുകളിലും വിഭവങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരുടെ മുമ്പിലും 2 കലമുണ്ട്. ഓരോ സെറ്റ് കുട്ടികളുടെ മുമ്പിലും 2 കലമുണ്ട്. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനായി തുറന്ന ഒരിടം കൊബയാഷി മാസ്റ്റർ കണ്ടെത്തി.
ആഹാരം കൊണ്ടുവരൂ എന്ന് മാസ്റ്റർ പറഞ്ഞപ്പോൾ ടോട്ടോയുടെ മുമ്പിലെ കലമെടുക്കാൻ വന്നപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്, അയ്യോ അമ്മ ചെയ്യുന്ന ആ കാര്യം കാണിച്ചില്ലല്ലോ, വരട്ടെ നിക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ എന്ന മട്ടിൽ വലിയ നാടകീയതയോടെ ടോട്ടോ പാത്രത്തിന്റെ അടപ്പേ തൊടുക. ചൂടാണല്ലോ എന്ന് പറഞ്ഞ് വളരെ സ്വാഭാവികമായി അവൾ കൈ ചെവി മടക്കിലേക്ക് വെച്ചു. ആഹാരം എടുക്കാൻ വന്ന കുട്ടികൾ അവളെ നോക്കി, ഇതെന്തായി കാണിക്കണത് എന്നുള്ള മട്ടില്. വന്നവർക്കാർക്കും അവളുടെ ആ ചെയ്തി വലിയ മതിപ്പുളവാക്കിയില്ലെങ്കിലും ടോട്ടോയ്ക്ക് തന്റെ പ്രകടനം നന്നേ പിടിച്ചു. അവൾ വിചാരിച്ചതുപോലെ തന്നെ ചെയ്തു. അതങ്ങനെ തന്നെ സന്തോഷവുമായി കുട്ടിക്ക്. ഏതായാലും സൂപ്പ് പാത്രത്തിലും മുമ്പിൽ വന്നിരുന്ന ചോറ്റു പാത്രത്തിലും ഒക്കെയായിരുന്നു ആഹാരം കഴിക്കാനിരുന്ന കുട്ടികളുടെ കണ്ണുകൾ. ഇത്രത്തോളം വിശപ്പ് അവരവരുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടില്ല എന്ന് എല്ലാവർക്കും തോന്നി. വിഭവങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കിയതാണ് എന്നത് അവരുടെ ഉന്മേഷം കൂട്ടി. ടോമോയിലെ 50 കുട്ടികളും മാസ്റ്ററും ഒന്നിച്ചു പാടി, ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കവെ ചവച്ചരച്ചിറക്കിടാം ഇറച്ചിച്ചാറു മീൻകറി. അതിനുശേഷം അവർ ഞാൻ വിനയപൂർവ്വം ഇതിൽ പങ്കുചേരുന്നു എന്ന അർത്ഥം വരുന്ന ഇറ്റദാക്കിമാസു എല്ലാവരും ഉറക്കെ പറഞ്ഞു. പച്ചിലക്കാടിന് നടുവിൽ എല്ലാം ശാന്തമായി. ദൂരെ വിസ്തൃതമായ ജലപാതം, താഴെ വന്ന് വീഴുന്ന മുഴക്കമുള്ള ഹുങ്കാരം മാത്രം കുട്ടികളുടെ കഴുപ്പിന് അകമ്പടിയായി. ആഹാരത്തെക്കുറിച്ചും സ്വയം അധ്വാനിച്ച് ആഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുമുള്ള വലിയ ചെറിയ പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഒന്നായി ഇന്ന്. വാസ്തവത്തിൽ വീട്ടിലെ കുട്ടികളെ പാചകം അല്പസ്വല്പമൊക്കെ പഠിപ്പിച്ചാൽ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുന്ന ദിവസങ്ങൾ അതാവാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കുട്ടികൾ പാചകം ചെയ്യുന്ന കുട്ടികളുള്ള വീടാണെങ്കിൽ അത് കമന്റിൽ മെൻഷൻ ചെയ്താൽ സന്തോഷം. നമുക്ക്